ഹലോ, നമുക്ക് ഇന്ന് സാമൂഹിക മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് വിലയിരുത്താനുള്ളത്. അപ്പം എന്താണ് സാമൂഹിക മാറ്റം എന്ന് ചോദിച്ചാൽ, സമൂഹം എന്നും ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള രണ്ട് വാക്കിൽ നിന്നാണ് സാമൂഹിക മാറ്റം എന്നുള്ള ആ ഒരു പദം വരുന്നത് എന്ന് കാണാം. അപ്പോൾ ഒരു സമൂഹത്തിൽ ഉണ്ടാക്കപ്പെടുന്ന വളരെ വലിയ ഒരു മാറ്റമാണ് അത് വിലയിരുത്തപ്പെടുന്നത് എന്ന് കാണാം. അപ്പോൾ എന്തിലൊക്കെയാണ് ഈ മാറ്റങ്ങൾ വരുന്നത് എന്നുള്ള കാര്യം ഒന്ന് വിശകലനം ചെയ്ത് നമുക്ക് നോക്കാം. ഒന്ന്, സാംസ്കാരിക മൂല്യങ്ങൾ. രണ്ടാമത്തത് പെരുമാറ്റ സംഹിതകൾ. പിന്നെ സാമൂഹ്യ സ്ഥാപനങ്ങൾ. പിന്നെ അടുത്തതായിട്ട് സാമൂഹ്യ ബന്ധങ്ങൾ. ഇവയിലൊക്കെ ഉണ്ടാകപ്പെടുന്ന വൻ മാറ്റമാണ് സാമൂഹ്യ മാറ്റമായി നമ്മൾ വിലയിരുത്തപ്പെടുന്നത് എന്ന് കാണാം. അപ്പം ഇനി നമുക്കിതിനെ ഓരോന്നിനെയായിട്ട് എടുത്തു നോക്കാം. ഒന്നാമതായിട്ട് ടെക്നോളജിയിൽ വരുന്ന ഒരു മാറ്റത്തിന് രണ്ടായിട്ട് നമ്മൾ ഈ സാമൂഹ്യ മാറ്റങ്ങളെ തരംതിരിക്കുന്നു. ഒന്ന് സ്ട്രക്ചറൽ ചേഞ്ച്, മറ്റൊന്ന് കൾച്ചറൽ ചേഞ്ച്. സ്ട്രക്ചറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനപരമായ മാറ്റങ്ങൾ. അത് നമുക്ക് വിസിബിളാണ്, നമുക്ക് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് ഈ സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് പറയുന്നത്. മറ്റത് കൾച്ചറൽ ചേഞ്ചാണ്. കൾച്ചറൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ വാല്യൂസ്, നോംസ്. വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂല്യങ്ങൾ, മാനദണ്ഡങ്ങൾ, ഒരു സമൂഹത്തിൻ്റെ മാനദണ്ഡങ്ങൾ, പെരുമാറ്റ സംഹിതകൾ, ഇവയിലൊക്കെ ഉണ്ടാകപ്പെടുന്ന മാറ്റങ്ങളെയാണ് രണ്ടാമതായിട്ട് നമ്മൾ വിലയിരുത്തപ്പെടുന്നത്. കൾച്ചറൽ ചേഞ്ച് എന്നുള്ള പേരിൽ ഉണ്ടാക്കപ്പെടുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നുകൂടി വിശകലനം ചെയ്ത് നോക്കുകയാണെങ്കിലോ, ഇവിടെ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സിൻ്റെ ഭയങ്കര വൻ കുതിച്ചുചാട്ടമാണ് ടെക്നോളജിയുടെ രംഗത്തൊക്കെ വന്നിരിക്കുന്നത് എന്ന് കാണാം. അപ്പോൾ സാമൂഹ്യ മാറ്റം എന്താണെന്ന് പറഞ്ഞു, രണ്ട് തരത്തിലുള്ള സാമൂഹ്യ മാറ്റങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി സാമൂഹ്യ മാറ്റത്തിൻ്റെ ചില തിയറീസ് വരുന്നുണ്ട്. 3 പ്രധാനപ്പെട്ട തിയറികളാണ് നമുക്ക് എടുത്തു പറയാവുന്നത്. കുറേ തിയറീസ് ഉണ്ട്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 തിയറി നമുക്കിപ്പോൾ പറഞ്ഞാൽ മതി. ഒന്നാമതായിട്ട് മാർക്സിൻ്റെ തിയറിയാണ്. മാർക്സിയൻ തിയറി അനുസരിച്ച് പ്രധാനമായിട്ടും വരുന്നത് ക്ലാസ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ഉള്ളവനെക്കുറിച്ചും ഇല്ലാത്തവനെക്കുറിച്ചും. നോർമലി ആർക്ക് പറഞ്ഞാലും മനസ്സിലാവും. ഉള്ളവൻ്റെ കയ്യിലെ ആയുധമായിരുന്നു ഇല്ലാത്തവനെന്ന് കാണാം. അപ്പം അതിൻ്റെ പേരിൽ ആ ക്ലാസ് കോൺട്രഡിക്ഷൻ അഥവാ ഇവർ തമ്മിലുള്ള നിരന്തരമായ ആ ഒരു ഫൈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇല്ലാത്തവൻ പല അവകാശങ്ങളും നേടിയെടുത്തു. ഇത് സാമൂഹ്യ മാറ്റത്തിന് കാരണമായി എന്ന് കാണാം. അപ്പോൾ അതാണ് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ക്ലാസ് കോൺഫ്ലിക്റ്റ് തിയറി എന്ന് പറയുന്നത്. ഒന്നാമത്തെ സാമൂഹ്യ മാറ്റത്തിൻ്റെ ഒന്നാമത്തെ തിയറിയാണ്. രണ്ടാമത്തെ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവല്യൂഷണറി തിയറിയാണ്. അത് ഇവല്യൂഷണറി തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സമൂഹങ്ങൾ സിമ്പിൾ ടു കോംപ്ലക്സ് എന്നുള്ള ലെവലിലേക്കാണ് വന്നത്. പ്രാകൃത സമൂഹങ്ങളിൽ നിന്നും സംസ്കൃത സമൂഹങ്ങളിലേക്കുള്ള ഒരു മാറ്റത്തിനെയാണ് അവിടെ വിലയിരുത്തപ്പെടുന്നത്. പ്രാകൃത സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളീയ സമൂഹത്തിൻ്റെ കാര്യം എടുത്തു നോക്കാം. കേരളത്തിലെ ശരിക്കും ഒറിജിനൽ ഇൻഹാബിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണൻ, പറയൻ, ഉള്ളാടൻ അങ്ങനെയൊക്കെയുള്ള ഒരു വിഭാഗമാണ്. കാരണം ഇവരെയൊന്നും ഇപ്പം നമുക്ക് പലരെയും കാണാനായിട്ട് പോലും കഴിയുന്നില്ല. ഇവരുടെ ആയിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ഒറിജിനലായിട്ട് കേരളത്തിലെ എല്ലാ ലാൻഡുകളും ഇവരുടേതായിരുന്നു. അതിൽ നിന്നൊക്കെ ആൾക്കാർ തട്ടിപ്പറിച്ച് വാങ്ങിച്ചെടുക്കുക, കേരളത്തിലൊരു ഐഡനൈസേഷൻ വരിക. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ പ്രാകൃത സമൂഹങ്ങളിൽ നിന്നും സംസ്കൃത സമൂഹങ്ങളിലേക്ക് വന്നപ്പോൾ പുതിയ മാറ്റങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സംസ്കൃത സമൂഹത്തിൻ്റെ മറ്റൊരു ഇതാണ് ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ്. ഒരു വിഭാഗം ആളുകൾ അവിടെ എന്താ പറയുക, ഒരു സമൂഹത്തിൻ്റെ മേലേക്കിടയിലുള്ള ആളുകൾ, ഇപ്പം ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആൾക്കാർ, ഒരു ഫ്ലാറ്റിൻ്റെ ഒരു സമുച്ചയം ഉണ്ടെങ്കിൽ അതിന് പുറത്തൊരു ചേരി ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു ക്ലാസ് കോൺട്രഡിക്ഷൻ, സിമ്പിൾ ടു കോംപ്ലക്സ് സൊസൈറ്റികളിലൂടെ വന്ന സാമൂഹ്യ മാറ്റം, അതാണ് രണ്ടാമതായിട്ട് വിലയിരുത്തപ്പെടുന്നത്. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഫങ്ഷണലിസ്റ്റ് തിയറി. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിനെ ഒറ്റക്കെട്ടായിട്ട് കാണുകയും ഒരു സിസ്റ്റമായിട്ട് കാണുകയും അതിൻ്റെ സമൂഹത്തിൻ്റെ സോളിഡാരിറ്റിക്ക് വേണ്ടിയിട്ട്, അതിൻ്റെ ആ ഒരു ഏകാത്മകതയ്ക്ക് വേണ്ടി എല്ലാവരും ചേർന്ന് ഒരു മാറ്റത്തിൻ്റെ ഒരു സൂചന നൽകുകയും ചെയ്യുന്നു. ഇതാണ് ഫങ്ഷണലിസ്റ്റ് തിയറി എന്ന് പറയുന്നത്.
അപ്പോൾ ഈ 3 തിയറീസിനെ കൂടാതെ സമൂഹത്തിനെ സംബന്ധിച്ച് പിന്നീട് നമുക്ക് അതിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ സവിശേഷതകളെക്കുറിച്ച് നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത് ടെക്നോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസാണ് നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. ടെക്നോളജിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ടെക്നോളജിയുടെ ചേഞ്ച് മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുള്ളൂ. എന്തെങ്കിലും കാര്യം വേണമെങ്കിൽ നമുക്ക് ചാറ്റ് ജി പി ടിയോട് ചോദിക്കാം. ഏതെങ്കിലും ഒരു ചാറ്റ് ജി പി ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എഴുതി തരും. അതുപോലെ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വരുന്നത് ഒരു റോബോട്ടാണ് വരുന്നത്. റോബോട്ടിനോട് നമ്മൾ ചോദിക്കണം, നിങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ വൃത്തിയായി നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് പറ്റണം. റോബോട്ട് നമ്മളെ പഠിപ്പിച്ചു തരും. റോബോട്ടിന് ദേഷ്യമൊന്നും വരില്ല. റോബോട്ട് നമ്മളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരും. അത് ടെക്നോളജിക്കലായിട്ടുള്ള ഒരു മാറ്റമാണ്. മൊബൈൽ ഫോൺസിൽ പുതിയ പുതിയ ടെക്നോളജി വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാറിൽ അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോൾ ലിവിങ് സ്റ്റൈലിൽ എല്ലാ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടെക്നോളജിക്കലി നമ്മൾ ഒരു റോബോനെ വാങ്ങിച്ചിട്ട് അതിന് ഇങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അടിച്ചു വാരി തുടക്കുകയൊക്കെ ചെയ്യും നമ്മുടെ വീടൊക്കെ. അപ്പോൾ ടെക്നോളജിക്കലി വൻ മാറ്റങ്ങളാണ് വരുന്നത്. വിസിബിളാണ് നമുക്ക് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹിക മാറ്റം വളരെ വിസിബിളായിട്ട് നമുക്ക് അവിടെ കണ്ടെത്താനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അതാണ് ആ ടെക്നോളജിയുടെ ഒരു മാറ്റം എന്ന് കാണുന്നത്. പിന്നെ അടുത്തതായിട്ട് എടുത്തു പറയത്തക്ക രണ്ടാമത്തെ ഒരു മാറ്റം എന്ന് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും പിന്നെ വരുന്ന വേറൊരു പിന്നെ അടുത്തതായി ഭയങ്കരമായൊരു കുതിച്ചുചാട്ടം വന്നത് രണ്ടാമതായിട്ട് വന്നത് ഒരു സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗത്തായിട്ടാണ് വരുന്നത്. കാരണം പല കമ്പനികളും, അതായത് ഒരു ഗവൺമെൻറ് പല കമ്പനികളെയും സ്വകാര്യവൽക്കരിച്ചു. ആ സോഷ്യൽ ചേഞ്ച് വരുന്നത് 1991 1991 രാജീവ് ഗാന്ധിയുടെ കാലത്ത് വന്ന് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, പിന്നെ ആഗോളവൽക്കരണം. ഈ 3 പ്രോസസ്സാണ് ഇന്ത്യയിൽ വന്ന LPG എന്നാണ് അതിനെ പറഞ്ഞത്. അതിൽ ഉദാരവൽക്കരണം എന്ന് പറയുകയാണെങ്കിൽ പണ്ട് ഇന്ത്യയിൽ വളരെ ലിമിറ്റഡ് കമ്പനികളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു എക്സാമ്പിൾ ഒരു കാറിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കാം. പണ്ട് ഒരു ഫിയറ്റോ ഒരു അംബാസഡറോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാലോ അവിടെ റോട്ടിൽ കൂടി പോകുന്ന കാറുകളൊക്കെ ഏതൊക്കെയാണെന്നും കൂടി നമുക്കറിയില്ല. അതെല്ലാം തന്നെ ഇവിടെ വന്നതായിട്ട് കാണാം. രണ്ടാമതായിട്ട്